إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. رب اشرح لي صدري ويسر لي أمري واحلل ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങൾ അതിവേഗതയിൽ നമ്മളിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ റമദാനിന്റെ 2/3 ഭാഗം നമ്മളിൽ നിന്ന് പൂർത്തിയാവുമ്പോൾ അതിൽ അവസാനത്തെ 10, 1/3 ഭാഗം മാത്രം അവശേഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ, ചില ആത്മവിമർശനങ്ങൾ. കഴിഞ്ഞ ദിനങ്ങളിൽ ആദ്യത്തെ ആവേശം ചോർന്നുപോയവരാണോ നമ്മൾ ഓരോരുത്തരും? അതിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏതൊരു പ്രവർത്തനങ്ങളും അതിന്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണ് അതിന്റെ പ്രതിഫലം നൽകപ്പെടുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നുണ്ടോ തിരസ്കരിക്കപ്പെടുന്നുണ്ടോ എന്നറിയാൻ അതിന്റെ മാനദണ്ഡം ഒരു പ്രവർത്തനത്തിന്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്.
ഇവിടെ നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ആദ്യത്തിലെ ആവേശം കണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല, അതിന്റെ അവസാന ഭാഗം പരിശോധിച്ചിട്ടില്ലാതെ എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ റമദാനിന്റെ മുമ്പ് നമ്മൾ ആശിച്ചതും നമ്മൾ മനസ്സിൽ കണക്കുകൂട്ടിയ സമയക്രമവും നടപ്പിലാക്കാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന ആലോചനയാണ് നമുക്കുണ്ടാകേണ്ടത്. ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ, സദഖയുടെ വിഷയത്തിൽ, തഖ്വയുടെ ഈമാനിന്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ സുന്നത്തായ ധാരാളം പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ല എന്ന ചില നല്ല തീരുമാനങ്ങളോടെയാണ് പരിശുദ്ധ റമദാൻ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജമാഅത്തുകളോടുള്ള മെല്ലെ മെല്ലെ പതുക്കെ ഓരോ ദിനങ്ങൾ കഴിയുമ്പോഴും ജമാഅത്ത് നമസ്കാരത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ്, രാത്രി നമസ്കാരത്തോടുള്ള സമീപനം എന്താണ്, റവാത്തിബ് സുന്നത്തുകളോടുള്ള നമ്മുടെ സമീപനം എന്താണ്, ഇവിടെ വീഴ്ച പറ്റിയെങ്കിൽ നമ്മൾ തിരുത്തപ്പെടേണ്ടതും അതിശക്തമായി ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ടു പോവേണ്ട സമയങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വരുന്നത്. ഇവിടെ പലപ്പോഴും ഇത്തരം ഇനിയൊന്നും ഞാൻ ഈ വർഷം ചെയ്തില്ല എന്ന നിരാശയിൽ നിന്ന് ഇനി അടുത്ത വർഷം നോക്കാമെന്ന ഒരു തെറ്റായ തീരുമാനത്തിലേക്കല്ല നമ്മൾ എത്തേണ്ടത്. മറിച്ച് വരാനിരിക്കുന്ന കൂടുതൽ പവിത്രമായ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ക്രമീകരണമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അമൂല്യമായ ഒരു സന്ദർഭമാണ് ഇനിയുള്ള ദിനങ്ങളിൽ നമുക്ക് വരാനിരിക്കുന്നത്. ഇവിടെ നന്മകളിൽ കഠിന പരിശ്രമം നടത്തേണ്ട സമയങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്. നന്മകളിലേക്ക് മത്സരിച്ച് ആ സ്വർഗത്തിലേക്ക് അടുക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നാണ് ഇവിടെ സൂറത്ത് ആലി ഇമ്രാനിലെ 133-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടുകൊള്ളുക, മത്സരിച്ചുകൊള്ളുക. വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗം നേടിയെടുക്കാൻ. ഉഇദ്ദത്തിൽ മുത്തഖീൻ, തീർച്ചയായും അത് തഖ്വയുള്ള മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകളിലേക്ക് മത്സരിക്കാൻ ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു തന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാന 10-മായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അവിടുത്തെ പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകൻ കഠിനമായ പരിശ്രമം നടത്തിയ ദിനങ്ങളായിരുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ 10 എങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞിരുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ, മറ്റൊരു ദിവസത്തിലുമില്ലാത്ത മാലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റൊരു ദിവസത്തിലുമില്ലാത്ത അത്രയും കഠിനമായ പരിശ്രമം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10-ൽ നടത്തുമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് അല്ലാഹുവുമായുള്ള ബന്ധത്തിൽ കുറവ് വരാതിരിക്കാൻ പ്രവാചകൻ ഭാര്യമാരിൽ നിന്ന് വിട്ടുനിന്നു എന്ന ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്ർ, അതേ പ്രവാചകൻ റമദാനിന്റെ അവസാന 10-ലേക്ക് പ്രവേശിച്ചാൽ ശദ്ദ മിസ്റ, അവിടുന്ന് ഉടുമുണ്ട് അരമുണ്ട് മുറുക്കി ഉടുക്കുകയും, വഹിയാ ലൈലഹു, രാവിനെ പകൽ പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിപ്പിക്കുകയും, വഅഖദാഹിലഹു, അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു എന്നാണ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ 10-നോടുള്ള സമീപനം എന്താണ്. ഇവിടെ ആദ്യ സമയങ്ങളിലുള്ള ആവേശം നഷ്ടപ്പെട്ടു പോയ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ കൂടുതൽ ശക്തമായി നമ്മൾ ഇറങ്ങേണ്ടതാണ്. ഇനിയും നമ്മൾ ശ്രദ്ധിച്ചാൽ വിശുദ്ധ ഖുർആൻ പലതവണ നമുക്ക് ഇനിയും പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ രാത്രി നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ അത്തരം ധാരാളം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ അലസത ആദ്യ 10-കൾ പിന്നിട്ടപ്പോൾ, ഒരാഴ്ച പിന്നിട്ടപ്പോ, അതിന്റെ പകുതി പിന്നിട്ടപ്പോൾ പലരിലും ഒരു അലസത വന്നുപറ്റിട്ടുണ്ട്. എന്നാൽ ഇവിടെ തുടക്കത്തിൽ ഇബാദത്തുകളിൽ നന്നായി ശ്രദ്ധിച്ചിരുന്നവർ പോലും അവിടെ പള്ളികളിൽ തറാവീഹിന്റെ എണ്ണം ആദ്യ ദിനങ്ങളിലേതുപോലെയല്ല, അത് വലിയ തോതിൽ എണ്ണത്തിന് കുറവ് സംഭവിച്ചു. എവിടെയാണ് ഈ ആളുകൾ പോകുന്നത്? പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും മഹനീയമായ ദിനരാത്രങ്ങൾ എത്തുമ്പോഴേക്ക് പള്ളികളിലുള്ള സജീവത ആളുകളിൽ നിന്ന് കുറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ശഅബാനിന്റെ അവസാന നാളുകളിൽ എങ്ങനെയായിരുന്നു ജീവിത രീതി, ആ നിലവാരത്തിലേക്ക്, ജീവിതക്രമത്തിലേക്ക്
നമ്മൾ ഓരോരുത്തരും മാറിയോ എന്ന പരിശോധനയിൽ നിന്ന് ജമാഅത്തുകൾ മെല്ലെ മെല്ലെ ആദ്യമൊക്കെ സജീവമായി നിർവഹിച്ചവർ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. സുബഹി പോലും ചിലരെങ്കിലും അത്താഴം കഴിച്ച് കുറച്ചുറങ്ങാമെന്ന രൂപത്തിൽ വീടുകളിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. ജമാഅത്തുകൾ നഷ്ടപ്പെടുകയാണ്. അത്തരം ആളുകൾ ഓർക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് വലിയ ഒരു അബദ്ധമാണ്. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ റമദാനിന്റെ പവിത്രത എന്ന് പറയുന്നത് അതിന്റെ അവസാനം വരെയുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്ക് വിശുദ്ധ റമദാനിന്റെ പവിത്രത നഷ്ടപ്പെടുന്ന രൂപത്തിൽ പലരും അങ്ങാടികളിൽ രാവുകളിൽ കഴിഞ്ഞുകൂടുന്ന പുതിയ തലമുറയെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. എന്തും ആഘോഷമാക്കുന്നവർ, ആഘോഷമയമാക്കുന്നവർ, രാത്രി വൈകിയും തറാവീഹുകൾ ഇമാമ സുദീർഘമായി പാരായണം ചെയ്യുന്ന തറാവീഹിന്റെ സമയത്ത് പോലും പള്ളികൾക്ക് പുറത്ത് അങ്ങാടികളിൽ വലിയ ജനക്കൂട്ടങ്ങളും ബഹളങ്ങളും നമ്മൾ കാണുകയാണ്. ഇവിടെ അതിന്റെ പവിത്രതയാണ് നമ്മൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ട്രെൻഡിനനുസരിച്ച് നീങ്ങേണ്ടവരല്ല, ഒഴുക്കിനനുസരിച്ച് നീങ്ങേണ്ടവരല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, സ്വർഗക്കാരും നരകക്കാരും തമ്മിലുള്ള ഒരു സംഭാഷണം സൂറത്തുൽ മുത്തഫിഫീൻ നമുക്ക് കാണാം. മാ സലക്കക്കും ഫീ സഖർ, എങ്ങനെയാണ് നിങ്ങൾ സഖർ എന്ന നരകത്തിലേക്ക് വന്നുപെട്ടത് എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നത് ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, പാവങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അവരാണ് നരകത്തിന്റെ സഖറിൽ അകപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അവര് പറയുന്നത് വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, കളി പറയുന്ന തമാശയിൽ മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂടെ ഞങ്ങൾ കളിക്കുകയായിരുന്നു എന്നാണ് അവർ വിലാപമായി എടുത്തു പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഇനിയുള്ള ദിനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അവസാന ദിനങ്ങളെ നമുക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർ മുൻഗാമികൾ സലഫുസ് സാലിഹീങ്ങൾ രാത്രിയെ മുഴുവൻ പകൽ പോലെ സജീവമാക്കിയവരായിരുന്നു എന്നാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം രാവിലെ വലിയ ഭാഗം അദ്ദേഹം നിന്ന് നമസ്കരിക്കുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നിട്ട് ഒരു സമയമെത്തിയാൽ അദ്ദേഹം കുടുംബത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കും. അദ്ദേഹം ആദ്യം ഒറ്റക്ക് ദീർഘമായി നമസ്കരിക്കുകയും പിന്നീട് കുടുംബത്തെ ഒരു സമയമാകുമ്പോൾ വിളിച്ചു നിർത്തി സൂറത്തു ത്വാഹയിലെ ഒരു ആയത്ത് അദ്ദേഹം ഓതിക്കൊടുക്കുകയാണ്. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നമസ്കാരത്തിനു വേണ്ടി എഴുന്നേൽപ്പിക്കുക, കൽപ്പിക്കുക എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് അദ്ദേഹം ഓതിക്കൊടുക്കുന്നത്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരമുണ്ട് മുറുക്കിയുടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇബാദത്തുകൾക്ക് വേണ്ടി കച്ചകെട്ടി പ്രവാചകൻ പ്രത്യേകമായ ഒരു ഒരുക്കം നടത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാന 10 നന്നായി ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് നമ്മുടെ ജമാഅത്തുകൾ ഇനി നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. അതേപോലെ തന്നെ ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണങ്ങൾ, സദഖകൾ എല്ലാം നമ്മൾ കൂടുതൽ ആവേശത്തോടുകൂടെ നമുക്ക് ഇനിയുള്ള ദിനങ്ങളിൽ നമുക്ക് കടന്നു പോവേണ്ടതുണ്ട്. 21-ാമത്തെ രാവിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഈ മഗ്രിബോടുകൂടെ നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ രാത്രിയെ പകലാക്കി ഇബാദത്തിൽ മുഴുകണം, നന്മയിൽ കുടുംബത്തെ കൂടെ കൂട്ടണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിനങ്ങളിൽ എവിടെയായിരുന്നു പ്രവാചകൻ കഴിച്ചുകൂട്ടിയത്? രാത്രികാലങ്ങൾ പ്രവാചകൻ എവിടെയായിരുന്നു? പകലുകൾ പ്രവാചകൻ എവിടെയായിരുന്നു? അല്ലാഹുവുമായുള്ള ആത്മബന്ധം സുദൃഢമാക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളികളിൽ ഇഅ്തികാഫിരിക്കുകയായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം നമ്മൾ കാണുകയാണ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ആരാധനകൾക്ക് വേണ്ടി പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കലാണ്. അല്ലാഹുവിനുള്ള ആരാധനകൾക്ക് വേണ്ടി പൂർണ്ണമായും ഭജനമിരിക്കലാണ്. ദിക്റുകളിൽ, ദുആകളിൽ, ഖുർആൻ പാരായണങ്ങളിൽ, സുന്നത്ത് നമസ്കാരങ്ങളിൽ അങ്ങനെ പൂർണ്ണമായും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഒരാൾ പള്ളിയിലേക്ക് ഭജനമിരിക്കുന്നതിനാണ് നമ്മൾ ഇഅ്തികാഫ് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അവസാന 10കളിലും പ്രവാചകൻ പള്ളികളിലായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു, അവിടെ ഇഅ്തികാഫിരുന്നിരുന്നു. ഫീ കുല്ലി റമദാനിൻ 10 അയ്യാം, അവസാന 10 ദിനങ്ങളിൽ പ്രവാചകൻ, റമദാനിലെ 10 ദിനങ്ങളിൽ എല്ലാ റമദാനുകളിലും പ്രവാചകൻ ഇഅ്തികാഫിരുന്നിരുന്നു. ഫലമ്മാ കാനൽ ആമുല്ലദീ ഖുബില അലൈഹി ഇഅ്തക
ഇഅ്തഖഫ 20 യൗമൻ, പ്രവാചകൻ വഫാത്താകുന്ന വർഷം അവിടുന്ന് 20 ദിവസമാണ് ഇഅ്തികാഫിരുന്നത് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല പുരുഷന്മാർക്ക് മാത്രമല്ല, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും ഇഅ്തികാഫിരുന്നിരുന്നു എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, കാന യഅ്തഖിഫുൽ അശ്റുൽ അബാഖിരി മിൻ റമദാൻ ഹത്താ തബഫാഹുല്ലാ, പ്രവാചകൻ മരണപ്പെടുന്നത് വരെ അവസാന ദിവസങ്ങളിൽ പള്ളികളിൽ ഇഅ്തികാഫിരുന്നിരുന്നു. സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി, അവിടുത്തെ വഫാത്തിനു ശേഷം അവിടുത്തെ ഭാര്യമാർ പ്രവാചകന്റെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തിനാണ് ഇഅ്തികാഫിരുന്നത്? ആ വലിയ നന്മയെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാന 10 ദിനങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഭാര്യമാരും പള്ളിയിൽ ഇഅ്തികാഫിരുന്നു എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, കഴിഞ്ഞ ഇന്നലകളിൽ വന്നുപോയ പാപക്കറകൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറയാൻ ഈ കഴിഞ്ഞ 20 ദിവസങ്ങൾ 20 രാവുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വളരെ ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവസാന 10 നാം ഏറ്റവും അധികരിപ്പിക്കേണ്ട ഇത് തൗബയാണ്. റമദാൻ കടന്നു വന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറിയപ്പോൾ 3 തവണ ആമീൻ പറഞ്ഞ സംഭവം നിരവധി തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു? മലക്കുകളിൽ പ്രധാനിയായ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന, മൻ അദറക ശഹ്റ റമദാൻ, പരിശുദ്ധ റമദാൻ വന്നു കിട്ടിയിട്ടും ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും ഫലം യുഗ്ഫർ ലഹു, അവന്റെ പാപക്കറകളൊന്നും മായ്ക്കപ്പെട്ടിട്ടില്ല. ഫദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ. ഫഅബഅദഹുല്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ വിദൂരമാകട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രവാചകനോട് കുൽ ആമീൻ, ജിബ്രീൽ അലൈഹിസ്സലാം പറയണം, ആമീൻ എന്ന് പറയൂ പ്രവാചകനെ. റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പ്രാർത്ഥനകളുടെ ഇരകളായി ഞാനും നിങ്ങളും മാറുമോ എന്നതാണ്. കഴിഞ്ഞ 20 ദിനങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ തട്ടി ആലോചിച്ചു നോക്കുക. നമ്മുടെ ഇന്നലകളിൽ, കഴിഞ്ഞ ജാഹിലിയത്തിൽ, ചെറുപ്പകാലങ്ങളിൽ, യുവപ്രായങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ തിന്മകൾ ഏറ്റുപറയാനും ആ പാപങ്ങൾ മായ്ച്ചു കളയാനും നമ്മൾ എത്ര ആളുകൾ കൈ ഉയർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ടുണ്ട്? മറ്റൊരു ഹദീസിൽ കാണാം, വറദിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ സുമ്മ സലഖ ഖബല അൻ യുഗ്ഫറ ലഹു, ഒരുവനിലേക്ക് റമദാനിലേക്ക് പ്രവേശിക്കുകയും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും മുമ്പ് അത് ഊരിയെടുക്കുകയും ചെയ്യപ്പെട്ടാൽ അവൻ നശിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തൗബ തന്നെയാണ്. നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുക എന്ന് തന്നെയാണ്. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത രാവുകൾ, അടുത്ത പകലുകൾ നമ്മൾ അതിനുവേണ്ടി മത്സരിക്കുകയും അതിനുവേണ്ടി സമയങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ പാപം ചെയ്യൽ എന്നുള്ളത് മനുഷ്യ സഹജമാണ്. കുല്ലുബിനി ആദമ ഖത്താഉൻ, മനുഷ്യരെല്ലാം പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നവരാണ്. എന്നാൽ ആ തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയവരിൽ അവരിൽ ഏറ്റവും ഖൈറായവരാരാണ്? വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, തെറ്റുപറ്റിയവരിൽ നല്ലവൻ തൗബ ചെയ്യുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പാപങ്ങളുടെ എണ്ണം എത്ര കടലിലെ നുരകൾ പോലെ അധികരിപ്പിച്ചാലും ആ പാപങ്ങൾ പുറത്തു തരാൻ ഗഫൂറായ, റഹ്മാനായ, ഗാഫിറായ അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാണ്. വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിച്ചില്ലേ, സൂറത്ത് സുമറിലെ ആയത്തിൽ ഖുൽ നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട് തന്നെ നിരന്തരം തെറ്റ് ചെയ്തു പോയ എന്റെ അടിമകളോട് പറയൂ പ്രവാചകരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന ഗഫൂറാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറാണ്, പാപം പുറത്തു തരുന്നവനാണ്. അല്ലാഹു റഹീമാണ്, കരുണാവാരിധിയാണ്. അതുകൊണ്ട് തന്നെ എത്ര പാപം നിങ്ങൾ അലട്ടിയാലും ആ പാപങ്ങളിൽ നിങ്ങൾക്ക് നിരാശ വേണ്ടതില്ല. അല്ലാഹു പുറത്തു തരാൻ തയ്യാറാണ്. ആ സുഹൂറിന്റെ സമയത്ത്, അല്ലെ, നമ്മൾ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുന്ന ആ സമയത്താണ് അല്ലാഹു യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ കുല്ലി ലൈലത്തിൻ ഇല സമാഇ ദുനിയ, ദുനിയാവിനോട് അടുത്ത ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരുമെന്നാണ്
എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത് എന്താണ്? മയ്യദുഊനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, അവന്റെ ദുആയിന് ഞാൻ ഇജാബത്ത് തരാം. ആരുണ്ട് എന്നോട് പാപമോചന പ്രാർത്ഥനകൾ, പാപം പൊറുത്തു കിട്ടാൻ ആരുണ്ട് എന്നോട് പാപമോചന പ്രാർത്ഥനകൾ നടത്താൻ, ഫാഗ്ഫിർ ലഹു, ഞാൻ അവന് പാപങ്ങൾ പൊറുത്തു കൊടുക്കാം. അള്ളാഹു അടിമകളോട് ഇങ്ങോട്ട് പറയുകയാണ്. അവന്റെ കൈകൾ നീട്ടി അള്ളാഹു പാപമോചനത്തിനു വേണ്ടി അടിമകളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കഴിഞ്ഞ ഇന്നലകളിൽ പാപങ്ങൾ ചെയ്തവൻ റസൂലുള്ളാഹി പറഞ്ഞതെന്താ? അവൻ പാപം ചെയ്യാത്തവനെ പോലെയാണെന്ന്. അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, തൗബ ചെയ്തവൻ അവൻ പാപങ്ങളൊന്നും ചെയ്യാത്തവനെ പോലെ, അവന്റെ കർമ്മരേഖകളിൽ, പാപങ്ങളുടെ രേഖകളിൽ അവന്റെ പാപക്കറകൾ കാണാനില്ല എന്നാണ്. അത്ര വലിയ അംഗീകാരമാണ് അവന് ലഭിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയുള്ള ദിനങ്ങൾ നമുക്കിനി വൈകിപ്പിക്കാൻ നമുക്ക് സമയമില്ല. ഏത് സമയത്തും ഒരുപക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തും നൽകിയാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ ഒരു സന്ദർഭങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലേക്ക്, മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ഏത് സമയത്തും മലക്കുൽ മൗത്ത് നമ്മളെ തേടിയെത്തും. ബർസഖിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റക്കാണ് അവിടെ കിടക്കേണ്ടി വരിക. അല്ലാഹുവിന്റെ അടുക്കൽ ഒറ്റയാനായി ഓരോരുത്തരും ഏകാഗിയായിക്കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ ചെന്നു നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ നമ്മുടെ കൈകളിൽ നമ്മൾ ചെയ്ത അഅ്മാലുകൾ മാത്രം ബാക്കിയാകുന്ന ആ പരലോകത്തേക്ക് നമുക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ പരിശുദ്ധ റമദാനിന്റെ അവസാന രാവുകളിലേക്ക് കടക്കാനിരിക്കുന്ന ഈ സമയത്തെ ഏറ്റവും ഫലപ്രദമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. എങ്ങനെയാവണമെന്ന്, അവസാന 10 എങ്ങനെയാവണമെന്ന് ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അവസാന 10ലേക്ക് കടക്കാനിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന 10മായി ബന്ധപ്പെട്ട ഇബാദത്തുകളോടുള്ള സമീപനം നമ്മൾ വിശദീകരിച്ചു. അതേപോലെ പ്രവാചകനും സഹാബികളും ഇഅ്തികാഫിരുന്നു കൊണ്ടാണ് അവസാന ദിനങ്ങളെ ധന്യമാക്കിയത് എന്നും നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ പ്രവാചകൻ എന്തിനാണ് അവസാന രാവുകളിൽ ഇങ്ങനെ സജീവമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിഞ്ഞിരുന്ന് ഇബാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ വലിയ ഒരു ഖൈർ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് വലിയ ആയുസ് നൽകപ്പെട്ടിരുന്നു. 500 വർഷവും 1000 വർഷവും ജീവിച്ചവരുണ്ടായിരുന്നു. അത് കണ്ട് പ്രവാചകൻ അത്ഭുതപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിന് അത്രയും അമലുകൾ ചെയ്ത് തീർക്കാൻ, അത്രയും അമലുകൾ വാരിക്കൂട്ടാൻ കഴിയില്ലല്ലോ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് കുറവാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ഉമ്മത്തിന് മാത്രം നൽകിയ ഒരു വലിയ അവസരമാണ്, ഒരു ഓഫറാണ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം ലൈലത്തുൽ ഖദർ എന്ന രാവിനെ പറ്റി പറയാൻ മാത്രം വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തെ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ലൈലത്തുൽ ഖദർ എന്ന അവസാന 10ന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ ആ പുണ്യരാവ്, ആ രാവിനെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് കാണാം. ഫീഹി ലൈലത്തുൻ, ഈ റമദാനിൽ ഒരു രാവുണ്ട്, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ ഉത്കൃഷ്ടമായ ഒരു രാവാണ്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു,
ആ ഒരു ഖൈർ ആർക്കാണോ നഷ്ടപ്പെട്ടത് അവന് സർവ്വ നന്മകളും നഷ്ടപ്പെട്ടു പോലെയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആ ഖൈർ നഷ്ടപ്പെടുന്നത് ഇല്ലാ മഹ്റൂം, മഹാദൗർഭാഗ്യവാനല്ലാതെ ആ മഹാസൗഭാഗ്യത്തെ നഷ്ടപ്പെടുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അത്രയും വലിയ ഒരവസരമാണ് യഥാർത്ഥത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ. ധാരാളം പ്രത്യേകതകൾ ഈ രാവിനുണ്ട്. അവ വിശദീകരിക്കാൻ വേണ്ടിയാണ് സൂറത്തുൽ ഖദറിലെ ആയത്തുകൾ നമ്മൾ വായിക്കുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയമായും ഈ നിർണയത്തിന്റെ രാവിലാണ്, ഖദറിന്റെ രാവിലാണ് ഈ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു ചോദിക്കാണ്, വമാ അദറാക മാ ലൈലത്തുൽ ഖദർ, വമാ അദറാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പറഞ്ഞാൽ ഗൗരവമായ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തെ അറിയിക്കാനാണ് ഈ ചോദ്യം എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. വമാ അദറാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ ഉത്കൃഷ്ടമായ ഒരു രാവാണത്. എന്താണ് അതിന്റെ പ്രത്യേകത? 1000 മാസം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് അതിന്റെ ഖൈറു നഷ്ടപ്പെട്ടവൻ മഹാദൗർഭാഗ്യവാനല്ലാതെ ആ ഖൈറ് തടയപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അല്ലെ, ദൗർഭാഗ്യവാനാണ് അത് നഷ്ടപ്പെടുക. അല്ലെ, എങ്ങനെ റസൂലുള്ളാഹി പറയാൻ കാരണം എന്താ? ഒരു 1000 മാസം നിരന്തരം ഒരാൾ ഇബാദത്ത് ചെയ്താൽ എത്ര പ്രതിഫലം കിട്ടും അയാൾക്ക്, അതൊരു രാവ് കൊണ്ട് തരാമെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. ഒരു പുരുഷായുസ് മുഴുവൻ നമ്മൾ ഒരു നന്മകൾ ചെയ്താൽ, അല്ലെ, അത്രയും കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായി നമ്മൾ 83 വർഷം ചില്ലാനം നമ്മൾ നിരന്തരം ഇബാദത്ത് ചെയ്താൽ നമുക്ക് എത്ര കൂലി കിട്ടും? അതൊരു രാവ് കൊണ്ട് തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ നൽകിയിരിക്കുകയാണ്. ഒരു രാവ് കൊണ്ട്, ഒരു രാവിൽ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ്ക്ക് 1000 മാസം നിരന്തരം സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ എത്ര കൂലിയാണ്? ആ കൂലി ഒരു രാവ് കൊണ്ട് തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ് ആ രാവുകൾ വളരെ നിർഭയരായി നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കുക? ഈ മഹാനന്മയെ നേടിയെടുക്കാനുള്ള പരിശ്രമമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളിൽ ഉണ്ടാകേണ്ടത്. അത് ഈ രാവിനെ പറ്റിയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സൂറത്തു ദുഖാനിലും ഇതേ രാവിനെ പറ്റിയാണ് പറഞ്ഞത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക, അനുഗ്രഹീതമായ രാവിലാണ് ഈ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്നാ കുന്നാ മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ആ രാത്രിയിൽ യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു. അള്ളാന്റെ ഖദറിന്റെ രാവെന്ന് പറഞ്ഞാൽ മഹത്വത്തിന്റെ രാവാണ്, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന രാവാണ്. ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു എഴുതി രേഖപ്പെടുത്തിയ വിധി കാര്യങ്ങൾ മലക്കുകൾക്ക് കൈമാറുന്ന, ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു മനുഷ്യന്റെ ആയുസ് ഈ രാവിൽ തീരുമാനിക്കപ്പെടുകയാണ്. ഒരു മനുഷ്യന്റെ ഒരു വർഷത്തേക്കുള്ള ഖൈറുകളും ഷർറുകളുമെല്ലാം അതിനെ മലക്കുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദർ എന്ന രാവ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് നമുക്കതിനു വേണ്ടി ഒടിഞ്ഞിരിക്കാൻ, ആ രാവുകളിൽ ഇഅ്തികാഫിരുന്ന് അതിന്റെ ഖുർആൻ പാരായണം ചെയ്ത്, നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിലേതുപോലെയല്ല, നമ്മൾ ഓതുന്ന അക്ഷരങ്ങൾക്ക് ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്കൃഷ്ടമാണ്. ആ രാവിന്റെ പ്രത്യേകത എന്താണ്? തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, മലായികത്തുകൾ ഇറങ്ങി വരുന്നു. വറൂഹു, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന രാവാണത്. ആ രാവ് അതാണ് ഹദീസുകളിൽ കാണുന്നത്. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ചരൽ കല്ലുകൾ മണൽത്തരികളെക്കാളും മലക്കുകൾ പിന്നെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലക്കുകളുടെ പ്രവാഹം ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രത്യേകമായ രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ, പ്രഭാതോദയം വരെ അതിന്റെ സമാധാനമുണ്ട് എന്നാണ്. ഇത് അവസാന 10ലാണ് സഹോദരങ്ങളെ ഈ നിധിയെ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഏതാണ് ആ രാവ് എന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. ഏതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ യൗമുൽ ജുമുഅയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയം റസൂൽ ആംഗ്യഭാഷയിൽ കാണിച്ചു, യുഖല്ലിലുഹ, അതൊരല്പം മാത്രമാണ്. ആ സമയം എന്നാണെന്ന് അറിയിക്കാത്തതുപോലെ ലൈലത്തുൽ ഖദർ അവസാന 10 ഏതു രാവുകളിലാണെന്ന്
കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഏതു രാവിലും അതിനെ പ്രതീക്ഷിക്കാമെന്നാണ്. ഏതു രാവിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം അറിയിക്കപ്പെട്ടു. റസൂൽ അതിനെപ്പറ്റി പറയുന്ന ഹദീസുകൾ കാണാം. ഇന്നി ഉരീതു ലൈലത്തുൽ ഖദ്രി സുമ്മ ഉൻസീതുഹാ, എനിക്ക് ലൈലത്തുൽ ഖദ്ർ കാണിക്കപ്പെട്ടിരുന്നു, പിന്നീട് എനിക്കത് മറപ്പിക്കപ്പെട്ടു. ഔ നസീതുഹാ ഫൽതമിസുഹാ അൽ അശ്രിൽ അവാഖിരി ഫിൽ വിത്ർ, നിങ്ങൾ അതിനെ ഒറ്റയിട്ട ദിനങ്ങളിൽ പ്രതീക്ഷിക്കുക. ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്ത് കൃത്യമായി ഇത്ര ഈ രാവാണെന്ന് നിർണയിച്ച് പറയാത്തത് കൊണ്ട് തന്നെ 40ഓളം അഭിപ്രായങ്ങൾ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒറ്റയിട്ട രാവുകൾ തന്നെ ഉറപ്പിക്കാൻ കഴിയുമോ? ഇല്ല. അത് ഇരട്ടയായ രാവുകളിലും അതിനെ പ്രതീക്ഷിക്കണം. എന്നാൽ റസൂലുള്ളാഹി അതിനെ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞത് ഒറ്റയിട്ട രാവുകളിൽ എന്ന് മാത്രം. നമുക്ക് ആ രാവുകളിലാണെന്നും കൃത്യമായി നിർണയിക്കുക സാധ്യമല്ല. അവസാന 10 എല്ലാ രാവുകളിലും അതിനെ പ്രതീക്ഷിക്കുക. റസൂലുള്ളാഹി ഒരിക്കൽ പ്രവാചകന് വഹയിലൂടെ ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് അറിയിക്കപ്പെട്ടു. ഖാല റസൂലുള്ളാഹി സഹാബികൾ പറയാണ്, ഖറജൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിറനാ ബിലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് അറിയിച്ചു തരാൻ ഞങ്ങളിലേക്ക് പ്രവാചകൻ പുറപ്പെട്ടു വന്നു. ഫതലാഹാ റജുലാനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട 2 ആളുകൾ അവർ ശണ്ട കൂടി, ഒരു വഴക്കുണ്ടായി. പ്രവാചകൻ അതിൽ ഇടപെട്ടു. അങ്ങനെ റസൂലുള്ളാഹി പറയാണ്, സഹാബികളുടെ അടുക്കലേക്ക് വന്നിട്ട് നബി പറയാണ്, ഖറജതു ലിയുഖ്ബിറകും ബിലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് അറിയിക്കാനായിരുന്നു ഞാൻ നിങ്ങളിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ ഫതലാഹാ ഫുലാൻ ഫുലാൻ, ഇന്ന വ്യക്തികൾ തമ്മിൽ അവരുടെ വഴക്കിൽ ഞാൻ ഇടപെട്ടു. ഫർഫി, റസൂലുള്ളാഹി പറയാണ്, അത് എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു. അതിന്റെ കൂടെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, അസാ യകൂന ഖൈറൻ ലഹും, അതൊരു പക്ഷേ അവർക്ക് നിങ്ങൾക്ക് ഖൈറായിരിക്കാം. കാരണം ഒരു രാവെന്ന് പറഞ്ഞാൽ ആ രാവിൽ മാത്രം ആളുകൾ അതിനുവേണ്ടി ഒതുങ്ങിക്കൂടും. എന്നാൽ ആ 10 ദിനങ്ങളെയും ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കട്ടെ, അങ്ങനെ ഒരു ഖൈറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും ആളുകൾക്കിടയിലുള്ള ഒരു ധാരണ 27-ന് പ്രത്യേകമായി പള്ളിയിലേക്ക് കയറിയിരിക്കുന്ന ആളുകൾ, 27 കഴിഞ്ഞാൽ റമദാനിന്റെ പവിത്രത നഷ്ടപ്പെടുന്ന രൂപത്തിൽ റമദാൻ കഴിഞ്ഞ പ്രതീതിയിൽ ആളുകൾ മറ്റു പല കാര്യങ്ങളിൽ ഗഫ്ലത്തിലാകുന്ന ഒരവസ്ഥ പൊതുവെ നമ്മൾ കാണാറുണ്ട്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. 27 കഴിഞ്ഞാൽ 28ഉം 29ഉം 30ഉം എല്ലാം നമുക്ക് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാവുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് ദിനമാണെന്ന് കൃത്യമായി പറയാൻ കഴിയാത്തതിനാൽ അവസാന 10 എല്ലാ രാവുകളിലും നമ്മൾ ആ സമയത്ത് മഗ്രിബ് മുതൽ ആ പ്രഭാതം വരെ ഫജ്ർ വരെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രതീക്ഷിച്ചു നിൽക്കുക എന്നുള്ളതാണ്. മഗ്രിബിന് നമസ്കാരം നമ്മൾ ജമാഅത്തായി തന്നെ പള്ളിയിൽ നിർവഹിക്കുക. അതിന്റെ മുമ്പിൽ പറ്റുമെങ്കിൽ നമുക്ക് 2 റക്അത്ത് ഉദ്ദേശിക്കുന്നവൻ നിർവഹിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക. ഇതെല്ലാം ഒരു രാവിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലേക്ക് അത് ഒന്നിച്ചു ചേർന്നാൽ നമുക്ക് കിട്ടുന്നത് ഖൈറും മിൻ അൽഫി ശഹറാണ്. 1000 മാസത്തെക്കാൾ ഉത്കൃഷ്ടമായ അത്രയും നന്മയാണ് ആ ദിനത്തിൽ ചെയ്യുന്ന ഓരോ നന്മകൾക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും ഇശാ ജമാഅത്തുകൾ നഷ്ടപ്പെടരുത്. അതേപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ നഷ്ടപ്പെടരുത്. വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ. അതുകൊണ്ട് തന്നെ ആ രാവിലെ എങ്ങനെയാകണം എന്ന് നമ്മൾ ക്രമീകരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ രാവിൽ നമ്മുടെ ഖുർആൻ പാരായണത്തിന് സമയം കണ്ടെത്തണം. രാവ് മുഴുവൻ ഖുർആൻ ഓതുകയല്ല, മറിച്ച് ഇസ്തിഗ്ഫാറിന് ബോധപൂർവ്വം നമ്മൾ സമയം കണ്ടെത്തണം. അതേപോലെ തന്നെ നമ്മൾ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് സമയം കണ്ടെത്തണം. അതേപോലെ ദുആയിരക്കാൻ സമയം കണ്ടെത്തണം. നമ്മുടെ കുടുംബങ്ങളിൽ രോഗികളായ എത്രയോ ആളുകളുണ്ട്. ലോകത്ത് പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ഫലസ്തീനിൽ നമ്മൾ കേട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരനുഭവിക്കുന്ന വേദനയും അവിടെ നടക്കുന്ന വലിയ പ്രയാസങ്ങൾ നമ്മൾ കേട്ടു. അല്ലാഹു അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. കുടുംബങ്ങളിൽ രോഗികൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, നമ്മുടെ മക്കളുടെ വിഷയം, കുടുംബത്തിന്റെ വിഷയം എല്ലാം ദുആകളിൽ ബോധപൂർവം ഉയരണം. ഇസ്തിഗ്ഫാറിന് തൗബക്ക് വേണ്ടി പ്രത്യേകമായി സമയം കണ്ടെത്തണം. ആ രാവുകളിൽ സ്വതക്കത്തിനു വേണ്ടി പ്രത്യേകമായി നമ്മൾ സമയം കണ്ടെത്തണം. ഈ നിലക്ക് എല്ലാ കാര്യങ്ങളും ആ രാവിൽ ക്രമീകരിക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ ഈ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഈ രാവിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന അവസാനത്തെ 10 രാവുകളിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ
നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന നമ്മളിൽ ഈ ദിനങ്ങളിൽ ഉണ്ടാകണം. അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. അതിനാൽ എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരേണമേ എന്ന പാപമോചനത്തിന്റെ തൗബയുടെ വാചകങ്ങൾ കൂടിച്ചേർന്ന ആ ദുആഇന്റെ വരികൾ നമ്മൾ ഓരോരുത്തരും അധികരിപ്പിക്കാൻ കൂടി ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മഹാ നന്മയെ നഷ്ടപ്പെടുത്തുന്ന ദൗർഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടരുത്. പ്രാർത്ഥനയോടുകൂടെ ഈ പരിശുദ്ധ റമദാനിന്റെ അവസാന രാവുകളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. നമുക്കറിയാം, സ്വതക്കയുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം അവസരങ്ങൾ ഓരോ ദിവസങ്ങളിലും പരിശുദ്ധ റമദാനിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ അതിനെ ഒരു മനപ്രയാസത്തോടുകൂടെയല്ല കാണേണ്ടത്, ഒരവസരമായി നമുക്ക് ഈ കാര്യങ്ങൾ കാണണം. അവസാന പത്തുകളിൽ പ്രവാചകൻ അടിച്ചു വീശുന്ന കാറ്റുപോലെ പ്രവാചകൻ ദാനധർമ്മം ചെയ്തു. പ്രവാചകന്റെ സാമ്പത്തിക അവസ്ഥ നമുക്കറിയാം. എന്നിട്ടും പ്രവാചകൻ കൊടുങ്കാറ്റുപോലെ പ്രവാചകൻ ദാനധർമ്മങ്ങൾ സ്വതക്കകൾ ചെയ്തു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ധനം കൊടുത്തവർ ആരും തുലഞ്ഞു പോയിട്ടില്ല, നശിച്ചു പോയിട്ടില്ല, അവന്റെ ധനം കുറഞ്ഞു പോയിട്ടില്ല. അല്ലാഹു അതിനെ വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഇന്ന് 3-4 അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്നാമത്തത് നമ്മുടെ സമീപ പ്രദേശമായ താഴെ ചുവയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മദ്രസ. ആ മദ്രസ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ മദ്രസയുടെ പരിപാലനത്തിനു വേണ്ടി, അതിന്റെ മുന്നോട്ടു പോക്കിനു വേണ്ടിയുള്ള ഒരു തുക നമ്മൾ കാര്യമായും ഒരു സംഭാവന അതിലേക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അതിലേക്ക് ഒരു നിയത്താക്കേണ്ടത്, നമ്മൾ മദ്രസക്ക് വേണ്ടി നൽകിയ ഒരു തുക നമ്മൾ ഒരു 1000 രൂപ കൊടുത്താൽ, 5000 രൂപ കൊടുത്താൽ അതെനിക്ക് കിട്ടിയെന്നാണ്. അത് ബാക്കിയായി നമ്മൾ ഇന്ന് പോകുകയല്ല, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ ബാലൻസ് കുറയല്ല, നമുക്കത് പരലോകത്തൊരു നന്മയായി നമുക്കത് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ, അവിടെ പഠിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അവർ ഇസ്ലാമികമായ ഒരു അദബ് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അവരൊരു ദുആ പഠിക്കുമ്പോൾ, അവർ നിസ്കാരം പഠിക്കുമ്പോൾ, അവർ ഖുർആൻ പാരായണം പഠിക്കുമ്പോൾ അതിന്റെ ഒക്കെ ഒരു കൂലി നമുക്ക് കൂടി ലഭിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ദാനധർമ്മങ്ങൾ, സ്വതക്ക ഉണ്ടാകണമെന്നാണ് ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ സഹോദരൻ, നമ്മുടെ ഇമാമത്ത് പണമായി നമ്മുടെ ഇമാമിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന് പണം നൽകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നേരിട്ട് തന്നെ അദ്ദേഹത്തെ ഏൽപ്പിക്കുക. നമുക്ക് അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം അറിയുന്നതാണ്. നമ്മൾ ഓരോരുത്തരും അത് ഒരു പരിഗണിച്ചുകൊണ്ട് അതിനും നമ്മളൊരു തുക അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ തണലിന്റെ പിരിവ് നമുക്കറിയാം, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതും ഇന്നത്തെ കലക്ഷനിൽ നടക്കുന്നുണ്ട്. അതിലും നമ്മൾ സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ എല്ലാ ഞായറാഴ്ചയും നടന്നു വരുന്ന അസറിന് ശേഷം നടന്നു വരുന്ന ക്ലാസ് ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച മറ്റന്നാൾ 23-ാം തീയതി അസറിന് ശേഷവും നസീർ അൻവാരിയാണ് ക്ലാസ് എടുത്ത് സംസാരിക്കുന്നത്. കുടുംബസമേതം പങ്കെടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഇൻഷാ അല്ലാഹ് സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ പള്ളികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണർത്തുന്ന ഒരു ക്ലാസ് ഉണ്ട്. നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളേറെ ചെയ്ത് നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ. നമ്മിൽ നിന്ന് രോഗികളായ ധാരാളം ആളുകളുണ്ട്, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പരിചയങ്ങളിൽ, നമ്മുടെ അയൽവാസികൾ ധാരാളം ആളുകൾ അല്ലാഹു നീ അവർക്കെല്ലാം ശിഫ നൽകി ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അല്ലാഹു നീ അവർക്കെല്ലാം സമാധാനവും രക്ഷയും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കണമേ. അവർക്കെതിരെ കുതന്ത്രങ്ങൾ മെനയുന്നവരെ അല്ലാഹു നീ പരാജയപ്പെടുത്തണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വേറെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അല്ലാഹുവേ നീ നിർഭയത്വവും സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങൾ
ബന്ധുമിത്രാദികൾ അള്ളാഹു ഇനി അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു ഇനി ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.